മേഘത്തെ കാണുമ്പോൾ മനുഷ്യൻ്റെ ചേതനയിൽ എന്തോ മർമ്മരങ്ങൾ ഉണരുന്നുവെന്നുള്ള കാളിദാസൻ്റെ നിരീക്ഷണം ശങ്കുണ്ണി നായർ സ്മരിക്കുന്നു. നിത്യജീവിത വ്യഗ്രനായ മനുഷ്യന് മേഘം മോചനം നൽകുന്നു എന്നാണ് ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. മനുഷ്യജീവിതത്തിൻ്റെ നിഗൂഢത തന്നെയാണ് മേഘത്തിനുമുള്ളത്. ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റാത്തതാണ് ജീവിതമെന്ന പ്രഹേളികയുടെ ആന്തരിക മർമ്മം. അത് രക്തി, വിരക്തി എന്നീ രണ്ട് വിരുദ്ധഭാവങ്ങളുടെ സംശ്ലേഷണമാണ്. കാളിദാസൻ്റെ ജീവിതത്തിലെ തന്നെ ചില സംഭവങ്ങളാണോ അദ്ദേഹത്തെ മേഘസന്ദേശ രചനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക വിഷമമാണ്. കാളിദാസൻ്റെ വൈയക്തിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവുകളൊന്നുമില്ല. ഉള്ളത് ചില ഐതിഹ്യങ്ങൾ മാത്രം. വിക്രമാദിത്യൻ്റെ സഹോദരിയുമായി കാളിദാസൻ പ്രണയത്തിലായിരുന്നു എന്നും ഇതറിഞ്ഞു കുപിതനായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തിയെന്നും അപ്പോൾ കാളിദാസൻ രചിച്ച കൃതിയാണ് മേഘസന്ദേശം എന്നുമുള്ള ഒരു ഐതിഹ്യ കാകദൂതത്തിലേതെന്നു പറഞ്ഞുകൊണ്ട് ലീലാതിലകക്കാരൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇത്തരം ഐതിഹ്യങ്ങൾക്കൊന്നും ചരിത്രപരമായ തെളിവുകളില്ല. കാളിദാസൻ്റെ കൃതികളെ കാൽപ്പനിക ഭാവനയുടെ ആവിഷ്കാരങ്ങളായി കാണാനാണ് ആധുനിക വിമർശകർ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ മേഘസന്ദേശം രചനയ്ക്ക് പിന്നിൽ ചില വൈയക്തിക അനുഭവങ്ങളുമുണ്ടാവാം എന്നാണ് ശങ്കുണ്ണി നായരുടെ പക്ഷം. സാധാരണഗതിയിൽ കൃതികളുടെ പിറകിലുള്ള വ്യക്തിപരമായ അനുഭവത്തെ കാര്യമായി ഗൗനിക്കാത്ത സംസ്കൃത വ്യാഖ്യാതാക്കൾ മേഘസന്ദേശത്തിൻ്റെ കാര്യത്തിൽ പതിവ് ലംഘിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വല്ല രാജകോപം കൊണ്ടോ മറ്റോ കാളിദാസനും പ്രിയതമയെ പിരിഞ്ഞിരിക്കാമെന്നുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മേഘസന്ദേശത്തിൻ്റെ ആന്തരികാർത്ഥം കണ്ടെത്തുന്നതിൽ ഒരു വശവും സഹായകമായേക്കും. എന്നായാലും പല കാര്യങ്ങളിലും പരസ്പര സാദൃശ്യം പുലർത്തുന്ന കാളിദാസൻ്റെ മേഘസന്ദേശത്തിലും വിക്രമോർവശിയത്തിലും പരാധീനതയെക്കുറിച്ചുള്ള ഉള്ളിൽ തട്ടുന്ന വ്യഥകൾ പരാമർശവിധേയമാക്കുന്നുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല. മേഘസന്ദേശത്തിലൂടെ സ്വാനുഭവമാണ് താൻ ആവിഷ്കരിക്കുന്നതെന്ന പ്രതീതി വരാതിരിക്കാൻ കാളിദാസൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് എന്ന രസകരമായ വസ്തുതയും ശങ്കുണ്ണി നായർ സൂചിപ്പിക്കുന്നു. നേരിട്ടറിഞ്ഞ വസ്തുതകളെ സൂചിപ്പിക്കുന്ന ഭൂതകാലം ഒഴിവാക്കാൻ അദ്ദേഹം ബോധപൂർവം പരിശ്രമിച്ചിട്ടുണ്ട്. പകരം യക്ഷൻ രാമഗിരിയിൽ വസിച്ചു അത്രേ, അദ്ദേഹം മേഘത്തെ കണ്ടു അത്രേ എന്നൊക്കെ അർത്ഥം പറയാൻ പാകത്തിലുള്ള ലിഡ് എന്ന ഭൂതകാലത്തിലാണ് വ്യാഖ്യാനം. ഈ ശുഷ്കാന്തി സാനുഭവത്തെ ഗോപനം ചെയ്യാനുള്ള അമിതമായ ത്വരയെയാവാം